ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 നടന്ന LDC എക്സാം എറണാകുളം, വയനാട് ജില്ലകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 2. സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം. 3. എനിക്ക് ശേഷം പ്രളയം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉമാണ്. അടുത്ത ചോദ്യം. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി മഹാരാജ കേരളവർമ്മ. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. 1. ആര്യസമാജം സ്ഥാപിച്ചു. 2. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. 3. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. 4. 1875 ബോംബെയിൽ ജനിച്ചു. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 2. ചമ്പാരൻ സത്യാഗ്രഹം. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 4. ചാന്നാർ ലഹള. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം 3ഉം. അഞ്ചാമത്തെ ചോദ്യം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ആ ഉപഗ്രഹം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇൻസാറ്റ് 3DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദർശനം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഓപ്ഷൻ എ കോണ്ടോർ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? ഓപ്ഷൻ ഡി നീലഗിരി കുന്ന്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ ചിന്നാർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ഓപ്ഷൻ ഡി മനു ഭകാർ. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് മനുഷ്യ വിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം എന്നുള്ളത്. 14ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വാണിജ്യ ബാങ്ക്. 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ള കൃഷിരീതിയാണ്. 4. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം 3ഉം. പാലിന്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത് സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ാം സ്ഥാനം. 19ാമത്തെ ചോദ്യം. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി അരവിന്ദ് പനഗാരിയ. 20ാമത്തെ ചോദ്യം. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആർട്ടിക്കിൾ 312. യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് പട്ടികയിലാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 7ാമത്തെ പട്ടികയിൽ. 22ാമത്തെ ചോദ്യം.
യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 3 മാത്രമാണ് ശരി. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 4. അതായത് 1993 രൂപീകൃതമായി 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. 25ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശ്രീ നരേന്ദ്രമോദി. 26ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശ്രീ കിഷോർ മക്വാന. 27ാമത്തെ ചോദ്യം, കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങൾ. വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏത് ആകുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഷബാനു കേസ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാതോർത്ത് പദ്ധതി. 33ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പി സതീദേവി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് 3ാമത്തതും 4ാമത്തതും തെറ്റാണ്. 35ാമത്തെ ചോദ്യം, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 36ാമത്തെ ചോദ്യം, ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമാവുന്ന രോഗകാരി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 മാത്രം, അതായത് വൈറസ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉയർന്ന രക്തസമ്മർദ്ദം. 38ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 മാത്രം, അതായത് എലിപ്പനി, ഡിഫ്തീരിയ. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 മാത്രം, അതായത് നയനാമൃതം പദ്ധതി. 40ാമത്തെ ചോദ്യം, ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്, അതായത് SPI? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 മാത്രം, അതായത് വരൾച്ച. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. IIT ബോംബെ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 90 ഗ്രാം പിണ്ഡം
വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പി വിലയ്ക്കും 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റിന് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബാണ്. ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. 43-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. 2. ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. 3. ശബ്ദത്തിന്റെ ഘോഷം ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. 4. ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. മുകളിലെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. 46-ാമത്തെ ചോദ്യം. 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പിയറി അഗോസ്റ്റിനി, ഫെറൻസി ക്രൗസ്, ആനൽ ഖുല്ലിയർ. 47-ാമത്തെ ചോദ്യം. രാജസ്ഥാനിലെ ജഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്തു. 48-ാമത്തെ ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം. രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 7.4. താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 3ഉം 4ഉം. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹൈഡ്രജൻ പെറോക്സൈഡ്. താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്തു. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അഭിനവ് മീത്ര. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. PC ഗോപാലൻ. 55-ാമത്തെ ചോദ്യം. വരികൾ തന്നിരിക്കുന്നു. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുമാരനാശാനാണ് ഈ വരികൾ എഴുതിയത്. നളിനി എന്ന കൃതിയിലെ വരികളാണ് ഇത്. 56-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1998. ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പാർവതി ബറൂവ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കെ രാധാകൃഷ്ണൻ. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. IoT എന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ ഒറാക്കിൾ. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വാൻ. ഇതിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനം?
ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ. 65-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3, 4. 66-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി പ്രസിഡന്റ്. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3, 4. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്യും. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇനിയും മാത്സിലെ ചോദ്യങ്ങളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം. ഇവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 71-ാമത്തെ ചോദ്യം. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 50 സെന്റിമീറ്റർ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 5000. അച്ചുവിന്റെ വീടിന്റെ ചുവര് തേൽക്കുന്നതിന് സിമെന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമെന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 225. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി. എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 8. 840 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 6 മണിക്കൂർ. 76-ാമത്തെ ചോദ്യം. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാവും. എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 19. അടുത്ത ചോദ്യം. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ സി വ്യാഴം. അടുത്ത പദം കണ്ടെത്തുക. ഇത് ചെയ്തു നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായി ലഭിക്കുക. 79-ാമത്തെ ചോദ്യം. എ എക്സിന്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ ഇസഡിന്റെ മകളുമാണെങ്കിൽ എയുടെ ആരാണ് ഇസഡ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അമ്മമ്മ. 80-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 65. 81-ാമത്തെ ചോദ്യം. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ദ ജിം റെഗുലർലി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗോസ്. 82-ാമത്തെ ചോദ്യം. ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വുഡ് അറ്റൻഡ്. ഡാഷ് ബോയ് ഹു ടോക്ക് ടു മീ യെസ്റ്റർഡേ ടേൺ ഔട്ട് ടു മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ. ഏത് ആർട്ടിക്കിൾ ആണ് എന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ. ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദാൻ. 85-ാമത്തെ ചോദ്യം. ഐ ആം ഓൾഡർ ദാൻ യു. ക്വസ്റ്റ്യൻ ടാഗിന്റെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 6 ഇഞ്ച് ഐ. ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹിയർ ഓൾഡർ ബ്രദർ.
ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലുക്സ് അപ് ടു. ഡയാനാസ് ഷൂസ് വെയർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെയർ എൻറ്റയർ ഔട്ട്ഫിറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോംപ്ലിമെന്റ്. 88. The company gives bonus to its employees only dash because the management is not very generous. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 89ാമത്തെ ചോദ്യം. Substitute the underlined phrase with suitable word from the following. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. atheist. Which of the following has the same meaning as complete? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 91ാമത്തെ ചോദ്യം. ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ഓപ്ഷൻ ഡി ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം ഏതാണ്? ഓപ്ഷൻ സി തനയ. രവം വിപരീത പദം എഴുതുക. ഓപ്ഷൻ എ നീരവം. 95ാമത്തെ ചോദ്യം. അന്ത അധികം ചിത്രം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അന്തചിത്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ എ മിടുക്കർ. 99ാമത്തെ ചോദ്യം. വാക്മയം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ബി വാക്ക് അധികം മയം. 100ാമത്തെ ചോദ്യം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.